വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ക്യാരറ്റ് തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് തോരന് ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ തേങ്ങ ചേർത്തിട്ട് ആണ് നമ്മൾ തോരൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം സവാള, എരിവിന് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കടുക് താളിക്കുന്നതിന് എണ്ണയും കടുകും ആവശ്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രേറ്ററും കൊണ്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയതിന് ശേഷം ഇങ്ങനെ ഓപ്പോസിറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, തോരനങ്ങ് കുഴഞ്ഞു പോയ പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാനിത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിതോടെ ക്യാരറ്റ് 2 ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സവാളയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാൻ തുടങ്ങാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇവിടെ കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയിലായിട്ടാണുള്ളത്. ഇനി ഒന്ന് ഉരുകി വരട്ടെ. പിന്നെ ഇങ്ങനെ തോരനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിയുള്ളൊരു പാൻ വയ്ക്കുന്നതാണ് നല്ലത്. കട്ടി കുറഞ്ഞ പാനാകുമ്പോൾ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടല്ലല്ലോ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എണ്ണ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉഴുന്നുപരിപ്പ് ചെറുതായൊന്നും ചുവന്ന് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്ത് വഴറ്റിയൊന്നും എടുക്കണ്ട, ഈ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തന്നെ നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കാം. ഇനി തോരന് ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേകാൻ വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേകാൻ വയ്ക്കണം. പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ക്യാരറ്റിന് നല്ല മഞ്ഞ നിറം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ഇളക്കി സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം അടച്ചു വയ്ക്കുക. പിന്നെ അധിക സമയം വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് നോക്കി ഇളക്കി വാങ്ങിയെടുക്കണം, വെന്തോന്ന് നോക്കി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തോരനൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി വേവാനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തോരനൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തോരനൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.